ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹണി ആൽമണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ കണ്ടാലോ. ഈ ഹണി നമുക്ക് ഒറിജിനലായിട്ട് കിട്ടിയ ഹണിയാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയ ഹണിയൊന്നുമല്ല. ഇതിനു വേണ്ടി നമ്മൾ നോർമലായിട്ടൊരു വാനില സ്പഞ്ചാണ് റെഡിയാക്കിയേക്കുന്നത്. ആ വാനില സ്പഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്ത ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് അതിലേക്ക് മിൽക്ക് സിറപ്പാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. മിൽക്ക് സിറപ്പിൽ നമ്മൾ 1 ടീസ്പൂൺ ഹണിയും കൂടെ ആഡ് ചെയ്യും കേട്ടോ. അതിലേക്ക് മിൽക്ക് സിറപ്പ് ഊറ്റിയ ശേഷം സ്പഞ്ചിലേക്ക് ഡയറക്റ്റായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഹണിയും കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ആ ഹണിയുടെ ടേസ്റ്റും കൂടി നമുക്ക് ആ സ്പഞ്ചിന് കിട്ടാൻ വേണ്ടിയാണ് ഡയറക്റ്റായിട്ട് അതിലേക്ക് കൂടി ഹണി ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ക്രീമാണ് ഫില്ല് ചെയ്യുന്നത്. ക്രീം ഫില്ല് ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ ഹണിയും കൂടി നമ്മൾ ആ ക്രീമൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കും. അതിനുശേഷം ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും പിന്നെ ആൽമണ്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൽമണ്ട്സും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഹണിയും പിന്നെ ഒരു മിൽക്ക് മെയ്ഡ് ടേസ്റ്റിന് കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി നമ്മൾ ആഡ് ചെയ്യും. പിന്നീട് നമ്മൾ രണ്ടാമത്തെ ലെയറും വെക്കും. രണ്ടാമത്തെ ലെയർ വെച്ച ശേഷം നമ്മൾ ഈ മിൽക്ക് സിറപ്പ് ആഡ് ചെയ്യും, അതുപോലെ ഹണി ആഡ് ചെയ്യും. അതിനുശേഷം ക്രീം ഫില്ല് ചെയ്ത് ക്രീമിലേക്ക് ഫില്ലിംഗ് ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ആൽമണ്ട്സും ഹണിയും മിൽക്ക് മെയ്ഡും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത ശേഷം മൂന്നാമത്തെ ലെയർ വെക്കും. നല്ല റിച്ച് ആയിട്ടുള്ള ഫില്ലിങ്സ് ആണ് നമ്മൾ ഇതിന് വേണ്ടി കൊടുക്കുന്നത്. മൂന്നാമത്തെ ലെയർ വെച്ച ശേഷം മിൽക്ക് സിറപ്പ് ഊറ്റി അതിലേക്ക് നമ്മൾ ഹണി ഒരു 2 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ആ സ്പഞ്ചിലേക്ക് ആഡ് ചെയ്ത് ഒരു ക്രം കോട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ തണുക്കാൻ വേണ്ടി വെക്കും. വെച്ച ശേഷം നമ്മൾ ഫൈനൽ കോട്ടിന് വേണ്ടി എടുക്കുകയാണ്. ഫൈനൽ കോട്ടിന് വേണ്ടി കസ്റ്റമർ നമുക്കൊരു പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി വൈഫ് ഓർഡർ ചെയ്ത കേക്കായിരുന്നു. അതിൻ്റെ അകത്ത് ഫുൾ ഹാർട്ട് ഷേപ്പ് എന്നുള്ളൊരു പ്രത്യേക ഭംഗിയുള്ള ഡിസൈനായിരുന്നു. സിമ്പിൾ ഡിസൈനാണ്, കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അതിനുവേണ്ടി ഒരു ലൈറ്റ് ക്രീം കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ആ ക്രീമിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഊറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രോപ്പ് യെല്ലോ കളറും കൂടെ ആഡ് ചെയ്ത് ആ ക്രീം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ആ ക്രീമാണ് നമ്മൾ ഫൈനൽ കോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ക്രീമിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ ഹണിയും കൂടെ